ഹലോ ഗായ്സ്, നിങ്ങളങ്ങ് വന്നു. ഇതവനോടത് ഞാൻ എഴുന്നേറ്റിട്ട് വരട്ടെ, നല്ല ഉറക്കം. ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ അറിയായിരിക്കും, നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. ആ സ്റ്റോൺ ജനറേറ്റർ നമ്മൾ ഇച്ചിരി ഒരു മീൻസ് ഒരു ഗുഹ കണക്കാക്കിയെടുത്തു ഗൈസ്. ഒരു മൈനിങ് ആണ് കണ്ടോ. ഇതിപ്പോൾ നല്ല എഫിഷ്യൻ്റാണ്. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു അയൺ പിക്കാക്സും കൂടി ഇങ്ങനെ നിന്നാൽ മതി. എനിക്ക് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നൊരു വീട് പണിയിക്കാൻ. ഇവിടെ കയറി വെച്ചിട്ട് പോകണം, എനിക്ക് സ്റ്റെയർ വെക്കണം. പക്ഷേ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു ഒരു അടിപൊളി വീട് പണിയുന്നുണ്ട്. അതിൻ്റെ റിസോഴ്സ് മൊത്തം ഞാനിരുന്ന് ഗ്രൈൻഡിക്കരുത്. ഇത്രയും റിസോഴ്സ് നമ്മൾ ഏതവനാണത് റിസോഴ്സ് ഗ്രൈൻഡിക്കരുത്. ഇല്ലാത്തടുത്ത് പോയി ഞാൻ ഏകദേശം ഒരു 10,000 ബ്ലോക്ക് കിടന്ന് കാണും. 10,000 ബ്ലോക്ക് നടന്ന് സ്പ്രൂസ് ബയോമിൽ നിന്ന് കുറേ മരം വിട്ട് സ്പ്രൂസ് ഉണ്ടാക്കി തോണി ഉഴഞ്ഞ് അങ്ങ് കുറേ പോയതിനു ശേഷം അവിടുത്തെ മരം മൊത്തം വെട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഈ മരം വെട്ടിയില്ല, കാരണം ആ മരം എനിക്ക് വെട്ടാൻ പേടിയാണ്. കാരണം ഇവിടെ ഒരുത്തൻ നേരത്തെ നിപ്പുണ്ടായിരുന്നു, അവൻ എന്നെ കുപ്പി എടുത്തെറിയും അങ്ങോട്ട് പോയ. മാത്രമല്ല അത് അവിടെ നിന്നിട്ട് എനിക്കവിടെ തുറക്കാൻ ഒരു ഇതില്ല. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ കുറേ ഇതൊക്കെ ചെയ്താലും നമ്മൾ ട്യൂട്ടോറിയൽ വേറെ എവിടെ നിന്നുമല്ല, നമ്മുടെ സ്വന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്, ഗെയിം തെറാപ്പിസ്റ്റിനെ പറ്റി. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീടിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് നമ്മളിവിടെ പണിയാൻ പോകുന്നത്. നേരെ ഇച്ചിരി ഡിഫറെൻ്റൊക്കെ കാണും. നമുക്ക് നേരെ മുകളിലോട്ട് 10 ബ്ലോക്ക് എടുക്കാം. 10 ബ്ലോക്ക് തന്നെയാണ് ഇത്. ഓക്കെ, ഇനി ഇത് കൂട്ടും. നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടായത് വിഷയമില്ല സ്റ്റോണിൻ്റെ കാര്യത്തിൽ. 1 2 3 4 5 6 7 8 9 10. നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക് നീങ്ങണം. 1 2 3 4 5. തികയോ എന്തോ ഈ സാധനം. തികഞ്ഞില്ലെങ്കിൽ എന്ത് കേസ്. ഒരു ദിവസം മൊത്തം നമ്മൾ ഈ സർവർ കയറിയിട്ട് ഞാൻ ഏകദേശം 10 ദിവസം കഴിഞ്ഞ്. മറ്റേ വീഡിയോ ഉണ്ടല്ലോ, പോയി കാണുക ഗൈസ്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അതിൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അതെ, നിങ്ങളുടെ സ്വന്തം ഗോസ്റ്റിൻ്റെ ബർത്ത്ഡേ. എന്നെ ഗോസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ സ്വന്തം ഗോസ്റ്റാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഞാൻ അവിടെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിങ്ങനെ താഴാകും. ഹെൽത്ത് ഉണ്ടല്ലേ എന്തൊക്കെയൊക്കെ എന്ത്. ഇവിടെ നമ്മൾ ബാക്കിലൊരു കേവ്. അയ്യോ, ഞാൻ നോക്കുന്നില്ല അവനെ. ഞാൻ നിന്നെ കണ്ടില്ലടാ. എൻ്റെ എല്ലാ റിസോഴ്സും പോയി.
അത് പിടിക്കണം നമുക്ക്. ഇവിടെ നിന്ന് ഇനി 1 2 3 4 5 ബ്ലോക്ക് മാറി 1 2 3 4 5 6 7 8 9 10 ഇങ്ങോട്ടിനി 5 ബ്ലോക്ക് വെക്കണം. ഞാൻ ബെഡ് കൊടുത്തില്ല, രാത്രി ആയിക്കഴിഞ്ഞാൽ തീർന്നു. സ്റ്റോൺ ഇനി ഉണ്ടാ ഇല്ല. ഒരു വുഡും കൈ പിടിച്ചതിന് ശേഷം ഇങ്ങനെയല്ല വേണ്ടെന്ന് എനിക്ക്. ഇവിടെ വെച്ചിട്ട് കോർണർ നോക്കിയിട്ട് ഇങ്ങനെയും അല്ല എനിക്ക് വേണ്ടെന്ന്. നീക്കിയതുകൊണ്ട് കോർണറിൽ വെക്കാൻ പറ്റും. ചരിച്ച് കുഴപ്പമില്ല. ഇങ്ങനെയായിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇനി ഇച്ചിരി നേരം മൈനി എനിക്ക് എൻ്റെ ബെഡും കൂടി പൊട്ടിച്ച് പോയി കൊണ്ടുവരാം. അതിന് ശേഷം ഇത് നേരെ ഇവിടെ പിടിച്ചിട്ട് ഉയ്യോ ഒരു വുഡ് വെച്ചേക്കാം. ഇനി ഇത് പൊട്ടിച്ച് എന്തായാലും വെളിയായിരിക്കും, കുഴപ്പമില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ലേ, ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. മാത്രമല്ല വെട്ടമെങ്കിൽ എനിക്ക് നൈറ്റ് ആകുമ്പോൾ അറിയാനും പറ്റും. ഞാൻ ചത്ത തീർന്നു. ഇനി കുറച്ചു നേരം മൈനി. ചിലപ്പോൾ ഞാൻ ഇത് 2 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഹൗസ് ഉണ്ടാക്കുന്ന ഇടുന്നത്. ഏതവനാടാ കൊണ്ട് കിടക്കുന്ന അവിടെ മാത്രം. എന്ത് വല്ലാത്തൊരു സൗണ്ട്. നമുക്ക് ബാക്കി മൈൻ ചെയ്യാം. എൻ്റെ പിക്കാക്സ് പൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കും.
ഏകദേശം ഒരു സ്റ്റാക്ക് പുറത്തായി. രാത്രിയായോ? നൈറ്റാവാറായി. എൻ്റെ ടെമ്പററി ഹൗസിലോട്ടൊന്ന് കയറിട്ട് കിടന്നുറങ്ങാം. ഇച്ചിരി സ്പീഡ് കാണെങ്കിൽ കാരണം ഒക്കെ പെട്ടെന്ന് കാണാനൊക്കെ ഉണ്ട്. ഓടിപ്പോയി നമുക്ക് മക്ക് ബിൽഡ് ചെയ്യാം. ഒരു സ്റ്റാക്കും പിന്നെ ഒരു ബ്ലോക്ക്. പേടിച്ചു പോയി. ഇവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ യു ഒരു ബ്ലോക്കേ വന്നിപ്പോഴുള്ളൂ. കുഴപ്പമില്ല. സത്തു. ഇവിടുന്ന് ആദ്യത്തെ ടോർച്ചാണ് എൻ്റെ ഓർത്തുകൊണ്ടിരുന്ന ആദ്യത്തെ ടോർച്ച്. എന്തായാലും തികയത്തില്ല. ഒരു കാര്യം ചെയ്യും. ഹെൽത്തില്ല. I can eat something. മാറു എല്ലാം ഉണ്ട്. ഇച്ചിരി കൂടെ കഴിച്ചേക്കാം. ആർമർ ഇട്ടേക്കാം. അയൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റ്. അയൺ 28 ഉണ്ട്. വീണ്ടും ഒന്ന് മേടിക്കണം.
ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ വീട് വെച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അയ്യാണ് കയ്യിരിക്കുന്നു. ഓക്കെ, ഇനി മോളിപ്പ ഇനി വിട്ട് തല വിളിച്ചാ ഫുഡുണ്ടോ കയ്യിൽ? മോളിപ്പോകുമ്പോൾ കഴിക്കാൻ ഫുഡുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴെ ചാടണം. ബെഡ് ഇരിപ്പുണ്ട്. പിന്നെ കയറി പെട്ടെന്ന് സ്നേക്ക് ചെയ്തുകൊണ്ട് ചാടാൻ. ഇവിടെ നിന്ന് കുറേ അങ്ങ് വയ്ക്കാം. ഇവിടെ നിന്ന് കുറേയൊക്കെ ഹെൽത്ത് കയറുന്നവരെയൊക്കെ അങ്ങ് വയ്ക്കാം. ഇപ്പോൾ ഇനി നമുക്ക് വീഡിയോ പൊളിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതായിരിക്കും ചെറിയ ബ്രേക്ക്. ഗായ്സ്, അങ്ങനെ നമ്മൾ വീഡിയോ പണി കഴിഞ്ഞിട്ടുണ്ട്. ട്യൂട്ടോറിയൽ കണ്ടതുപോലൊന്നുമില്ല. നമ്മൾ പിന്നെ മാറ്റി കുറേ നമ്മളായിട്ടാക്കി. പിന്നെ ഇതൊക്കെ തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ മുകളിലോട്ടെല്ലാം എൻ്റെ ബെഡ്റൂം. ഇവിടെ ആർമസ്റ്റാർ ഉണ്ടാക്കി വെച്ച്, പിന്നെ ബാൽക്കണി. ഇവിടെ ഞാൻ ആർമസ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ വാൾ ഇവനെ കൊടുത്ത്. പിന്നെ ഞാൻ 2 വാളും കൂടെ ഉണ്ടാക്കി. പിന്നെ ഇതെൻ്റെ സ്റ്റോറേജ്, ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫർണസിൻ്റെ ഏരിയ. പിന്നെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കായിരിക്കും, മാറിക്കട. പക്ഷേ ഇത് നമ്മുടെ ഫാമിംഗ് ഏരിയ. ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഞാൻ 2 എണ്ണത്തിനെ പൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലേജേഴ്സ് 2 എണ്ണം ഷോംബിയായി മരെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാം. അപ്പോൾ സൈനിങ് ഔട്ട്.